ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് ഗെയിമിംഗ്. എല്ലാവരും എങ്ങനെയുണ്ട് ഗായ്സ്? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാളെ വരുന്ന മേജർ അപ്ഡേറ്റും പിന്നെ നാളെ വരുന്ന POTW, പിന്നെ നാളെ വരുന്ന പിന്നെ എപ്പിക് പാക്ക് ഏതൊക്കെയൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിനെ നമ്മൾ അപ്ഡേറ്റിനെ കുറിച്ച് പറയാം. അതിൻ്റെ ഈ ഫുട്ബോൾ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഷൻ 4.2.0 ആണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലത്തെ അപ്ഡേറ്റ് ആയിരുന്നു, വലിയ മാറ്റമൊന്നും അതിലുണ്ടായിരുന്നില്ല. അത് ഈ 2025 ഇങ്ങനെ എന്തായാലും മാറാനുള്ള മാസമായി. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് 2025 മേജർ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഗൈസ്. അപ്പോൾ ഈ അപ്ഡേറ്റ് മിക്കവാറും നാളെ ഒന്നില്ലെങ്കിൽ 2 മണിയാവും ഗൈസ്. പിന്നെ എല്ലാവരും സ്റ്റോറേജ് ഒക്കെ ആക്കി വെച്ച ഒരു 5 GB ആണ് മിനിമം. എനിക്ക് തോന്നുന്നത് 5 GB ആണ് എന്നാണ് ഗൈസ്. അപ്പോൾ നാളെ മിക്കവാറും ഇപ്പോൾ 1 മണിയാവും, ഇല്ലെങ്കിൽ കൊനോമിയാണ്, പറയാൻ പറ്റില്ല. ചിലപ്പോൾ നേരത്തെയും കൊണ്ടുവരും. പിന്നെ അടുത്തത് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായതാണ് ഗൈസ്. മറ്റേ ഈ ഫുട്ബോളിന് ഒഫീഷ്യലായിട്ട് പറഞ്ഞതാണ് ക്യാപ്റ്റൻ സുബാസ. നമ്മളുടെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ബ്ലൂ ലോക്കൊക്കെ വന്ന ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ബ്ലൂ ലോക്കിൽ മാർക്കസ് റാഷ്ഫോർഡ്, ഇസാങ്കി, പിന്നെ ആരൊക്കെയായിരുന്നു, ബ്രൂണോ ഫെർണാണ്ടസ്, മിറ്റോമി, അങ്ങനെ വന്നല്ലോ ഗൈസ്. അതേപോലെ തന്നെയാണ് ഇത് അവിടുത്തെ ഒരു ചെറിയ മറ്റേ ആനിമി സീരീസ് പോലത്തെയാണ് ഗൈസ് ക്യാപ്റ്റൻ സുബാസ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ സുബാസ അതാണ് വരുന്നത് നാളെ. അതിൽ മെസ്സി, നെയ്മറും സുവാരിസാണ് വരുന്നത്. MSN പോലെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഗൈസ് അതാണ് ഉറപ്പായിട്ടുള്ള കാര്യം. കഴിഞ്ഞ വർഷം മറ്റേ വന്ന സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും കൊണ്ടുവരെ വിചാരിക്കുന്നു. പ്ലെയേഴ്സ് ആണോ, ഞാൻ ഇതിനെക്കുറിച്ച് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ ഇത് ഉറപ്പായതാണ് ഇത് വരുന്നുള്ളത്, ക്യാപ്റ്റൻ സുബാസ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത് പറയാനുള്ളത് റൂമിൻ്റെ ആണ് ഗൈസ്. റൂമില്ലേ, നാളെ ഒരു റൂമിൻ്റെ കാർഡും അതിൻ്റെ ഒപ്പം തന്നെ വരുന്നു പറയുന്നുണ്ട്. 102 റേറ്റിംഗ് ആണത് CF കാർഡ്. അപ്പോൾ ഡബിൾ റോസ്റ്റർ ഗൈസ്, അതിൻ്റെ ഒപ്പം വന്നാൽ അടിപൊളിയാവും. ആ ആനിമി സീരീസിലുള്ള ക്യാരക്ടറാണ് കേട്ടോ ഗൈസ്. ഓരോ ക്യാരക്ടറിൻ്റെ സ്കില്ല് വെച്ചിട്ടായിരിക്കും വരികയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളെ അങ്ങനെ ഓരോ അതിൽ അത് ഫുട്ബോൾ ആനിമിയാണ് ഗൈസ്. ഫുട്ബോൾ ആനിമി ആയതുകൊണ്ട് അതേപോലത്തെ സ്കില്ലും അതൊക്കെ വെച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ഒപ്പം തരുന്ന ഫ്രീ കാർഡാണ് ഗൈസ്. ഫ്രീ കാർഡ് വരുന്നുള്ളൊരു റൂമറുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തത് പറയാനുള്ളത് ഇത് മിക്കവാറും ഉറപ്പായതാണെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. കാരണം ഇപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പ് പാർട്ണർഷിപ്പുള്ള ക്ലബിൻ്റെയൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. FC ബാഴ്സൻ്റെ വന്നു, അങ്ങനെ കുറേ ഇതിൻ്റെ വന്നല്ലോ. അപ്പോൾ ഇനി അടുത്തത് മാഞ്ചസ്റ്ററും പാർട്ണർഷിപ്പ് ഉള്ളതല്ലേ ഗൈസ്. അപ്പോൾ മാഞ്ചസ്റ്ററിൻ്റെ പാക്കാണ് ഇപ്രാവശ്യം വരിക എന്നാണ് നോക്കുന്നത് പ്രഡിക്ഷൻ ഗൈസ്. അപ്പോൾ റൂബൻ അമിറോമി പുതിയ മാനേജർ ഉണ്ടല്ലോ മാഞ്ചസ്റ്ററിൻ്റെ. അപ്പോൾ അതിൽ വരാനുള്ള പ്ലെയേഴ്സ് ഈ കാണുന്നതാണ് ഗൈസ്. നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കോ. പിന്നെ സ്പീഡ് പ്ലസും ലോഫ്റ്റഡ് പാസ് പ്ലസും പിന്നെ ഔട്ട് വൈഡ് ആയിരിക്കും വരുന്നത് പറയുന്നത് ഗൈസ്. അപ്പോൾ നോക്കി നോക്കാം നാളെ ഏതാ വരികയെന്ന്. അടുത്തത് പറയാനുള്ളത് യൂറോപ്യൻ ക്ലബ്സ് അറ്റാക്കേഴ്സ് ആണ് ഗൈസ്. നാളെ വരുന്ന പ്രഡിക്ഷൻ ആണ് ഗൈസ്. ഇതൊക്കെ വെറും റൂമറാണ്. കാക്ക പിന്നെ ആരായിരുന്നത്, കാക്ക, റോബോട്ട് ലെവൻഡോസ്കി, പിന്നെ എനിക്ക് പേര് ക്ലിയർ ആണല്ലോ ഗൈസ്, അതൊന്നറിയില്ല, പേര് ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഗൈസ്, ഇത് 3 നാളെ ചിലപ്പം വരാനുള്ള അറ്റാക്കേഴ്സ് പറയാനുള്ളത്. പിന്നെ അടുത്ത് വരാനുള്ള കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊണാൾഡോ റൊസാരിയോൻ്റെ ആണ് ഗൈസ്. അപ്പോൾ ആ കാർഡ് വന്നാലും മിക്കവാറും അടിപൊളി കാർഡായിരിക്കും. അത് CF കാർഡ് തന്നെ ആയിരിക്കും റൊണാൾഡോ റൊസാരിയോൻ്റെ. അതും ഒരു റൂമറാണ്. അടുത്തത് വരാൻ നിൽക്കുന്ന ഓരോ പാക്കിൽ വരാൻ നിൽക്കണതാണ് അപ്പോൾ പറയണത് ഗൈസ്. പിന്നെ അടുത്തത് പറയാനുള്ളത് ബ്ലിറ്റ്സ് കർലറിൻ്റെ റോബർട്ട് ഗിയോ ഇല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഹൈലൈറ്റ്സ് കാണുകയാണെങ്കിൽ അറിയാലോ, പ്രൈം കാർഡായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത് വന്നാൽ അടിപൊളിയാവും ഗൈസ്. ഓക്കെ, 106 റേറ്റിംഗ് ആണ് പോണത്. ഇത് പിന്നെ ഇറ്റാലിയൻ ക്ലബിൻ്റെ അന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കൊനോമി കഴിഞ്ഞ കൊല്ലം. പ്രാവശ്യം ഡബിൾ ബൂസ്റ്റർ ആയിരിക്കും, അതന്നെ വ്യത്യാസം ഗൈസ്. അടുത്തത് പറയാനുള്ളത്
ഇത് ഒരു മാസം മുമ്പ് കേൾക്കാൻ തുടങ്ങിയ റൂമറാണ് ഗൈസ്. ഈ അപ്ഡേറ്റിൽ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയല്ല ഗൈസ്. കാര്യം ഇത് കൊനോമിയാണ് ഗൈസ്. അപ്പോൾ ഇവര് എന്താ കാട്ടുന്നറിയില്ല. പക്ഷെ വന്ന അടിപൊളിയായിരിക്കും. ഇവര് അതിനുള്ള നിലവാരമൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല ഗൈസ് കൊനോമി കൊണ്ടുവന്ന അടിപൊളി എന്ന് തന്നെ പറയാം. നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാലോ ഗൈസ്. അടുത്തത് പറയാനുള്ള പ്രഡിക്ഷനാണ് ഗൈസ്. POTW പ്രഡിക്ഷനാണ്. അപ്പോൾ മുഹമ്മദ് സലാഹ് ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഗൈസ്. പിന്നെ AC മിലാൻ്റെ ഒരു പ്ലെയർ ഗൈസ് 2 ഗോള്. മാർക്കസ് റാഷ്ഫോർഡ് 2 ഗോള് ഗൈസ്. ബൂസ്റ്റർ ഈ അലക്സാണ്ടർ ലുക്കാസിറ്റ, പിന്നെ മാർക്കസ് റാഷ്ഫോർഡ്, പിന്നെ AC മിലാൻ്റെ പ്ലെയർ ഗൈസ്. പിന്നെ ടൊറാസാഡ് ഉണ്ട് അർസനലിൻ്റെ. മാർക്കസ് ലൊറൻത്തെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പിന്നെ കുളിയേറ്റ ഉണ്ട് ഗൈസ് 3 ഗോള്. പിന്നെ കെവിൻ ഉണ്ട് ഗൈസ് 3 ഗോളും 1 അസിസ്റ്റും. പിന്നെ 5 സേവ് ഗൈസ്. 5 സേവ് ആക്കിയുള്ള സുസൂക്കി ഉണ്ട് ഗൈസ്. ഗോൾ കീപ്പർ സുസൂക്കി ഉണ്ട് ഗൈസ്. പിന്നെ 2 ഗോളും 1 അസിസ്റ്റും. അത് ജപ്പാൻ ലീഗാണ് തോന്നുന്നു ഗൈസ്. പിന്നെ ഉള്ളത് 1 ഗോളും 1 അസിസ്റ്റും. ഇതൊക്കെ ഓരോരോ പ്രൊജക്ഷനാണ് ഗൈസ്. അപ്പോൾ നാളെ എന്തൊക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് വന്നാൽ പൊളിക്കും ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.